بسم الله الرحمن الرحيم. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു കാട്ടിലെത്തി. അവിടെ ഇത്തിരി വിശ്രമിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കുറച്ചു നേരത്തേക്ക് അനുയായികളിൽ നിന്നകന്ന് പ്രവാചകൻ അവിടെയൊന്ന് ചുറ്റാനിറങ്ങി. ഈ സമയം അനുചരന്മാർ ഓരോ തമാശ പറഞ്ഞും അവിടെ പറന്നു കളിച്ചിരുന്ന പക്ഷികളെ നിരീക്ഷിച്ചും ഉല്ലസിച്ചു. ആ സ്ഥലത്ത് ചന്തമുള്ള ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ മേൽപോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു, നോക്കൂ, നല്ല ഭംഗിയുള്ള പക്ഷി. അമ്മ പക്ഷിയാണെന്ന് തോന്നുന്നു. കൂടെയുള്ള കുഞ്ഞിക്കിളികൾ അതിന്റെ മക്കളായിരിക്കാം. അതൊരു ഭംഗിയാർന്ന കിളിയായിരുന്നു. കൂടെ പറക്കുന്ന കുഞ്ഞിക്കിളികൾ അതിന്റെ മക്കൾ തന്നെ. ആ കിളികൾ ആൾക്കൂട്ടത്തിന് മുകളിൽ വട്ടമിട്ട് പറന്ന് രസിക്കുകയായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാർ ചന്തമുള്ള ആ കിളികളെ സന്തോഷത്തോടെ നോക്കിയിരുന്നു. കുഞ്ഞിക്കിളികൾക്ക് അമ്മയെ പോലെ പറക്കാൻ വശമുണ്ടായിരുന്നില്ല. ക്രമേണ അവ ആളുകളുടെ തലയ്ക്ക് തൊട്ടു മുകളിൽ താഴ്ന്നു പറന്നു വരാൻ തുടങ്ങി. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, നമുക്കവയെ പിടിക്കാം. അതെ, എളുപ്പമാണ്. മറ്റുള്ളവരും യോജിച്ചു. കുഞ്ഞിക്കിളികൾ പിന്നെയും കയ്യകലത്തിൽ പറന്നെത്തിയപ്പോൾ അവർ കിളികളെ ആഞ്ഞു പിടിച്ചു. രക്ഷപ്പെടാൻ അവ കുതറി നോക്കിയെങ്കിലും സാധിച്ചില്ല. ശക്തിയുള്ള മനുഷ്യരോട് പാവം കിളികൾ എന്തു ചെയ്യാനാണ്? ഗത്യന്തരമില്ലാതെ അവ ആ മനുഷ്യരുടെ കൈക്കുമ്പിളിൽ പേടിച്ചു വിറച്ച് അനങ്ങാതിരുന്നു. പ്രവാചകന്റെ അനുചരന്മാർ പക്ഷികളെ സൂക്ഷിച്ചു നിരീക്ഷിക്കുകയും അവയുടെ ഭംഗിയുള്ള തൂവലുകളിൽ തൊട്ടു തലോടുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രവാചകന്റെ ശിഷ്യന്മാർ ആ പക്ഷികളോട് വളരെ ദയാപൂർവമാണ് പെരുമാറിയത്. കാരണം ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവരുടെ ഗുരു എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നല്ലോ. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെന്ന് അവർക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. ചന്തമുള്ള കിളികളെ അടുത്തു കാണാനുള്ള കൗതുകം കൊണ്ട് പിടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അമ്മക്കിളിക്ക് ഇതൊക്കെ അറിയുമോ? തന്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യർ പിടിച്ചത് കണ്ട് അത് വല്ലാതെ പരിഭ്രമിച്ചു. അവരതിനെ കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്യുമെന്നായിരുന്നു അതിന്റെ വിഷാദം. അത് ദയനീയമായി കരഞ്ഞുകൊണ്ട് അവർക്ക് ചുറ്റും താഴ്ന്നു പറന്നു. പ്രവാചക ശിഷ്യന്മാർ ആ പക്ഷിയെ ആട്ടിയകറ്റാൻ നോക്കി. പക്ഷേ ദുഃഖിതയായ ആ അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നു. കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറക്കുന്ന അമ്മക്കിളിയെ അവിടുന്ന് കണ്ടു. തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കുഞ്ഞിക്കിളികൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ പക്ഷിയുടെ ദുഃഖത്തിന്റെ കാരണം തിരുമേനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. നബി ചോദിച്ചു, ആരാണ് ആ പാവം കിളിയുടെ മക്കളെ പിടിച്ചു വെച്ച് അതിനെ വേദനിപ്പിച്ചത്? പ്രവാചകൻ ഇത്തിരി കോപത്തോടെ അന്വേഷിച്ചു. ആ കിളിക്കുഞ്ഞുങ്ങളെ ഉടൻ മോചിപ്പിക്കാനും സന്തോഷപൂർവ്വം അമ്മയോട് ചേരാൻ അനുവദിക്കാനും നബി ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ ഗുരുകൽപ്പന ഉടനെ അനുസരിച്ചു. കൈക്കുമ്പിൾ തുറന്ന് ചെറുതായൊന്ന് പിടഞ്ഞ ശേഷം കുഞ്ഞിക്കിളികൾ ചിറക് വിരുത്തി മേൽപോട്ട് പറന്നു. ഉയരങ്ങളിൽ അവ അമ്മയോട് ചേർന്നു. 3 കിളികളും കൂടി ഉത്സാഹത്തോടെ ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. മക്കളെ തിരിച്ചു കിട്ടിയ ആ അമ്മക്കിളിയുടെ സന്തോഷം നല്ലവരായ പ്രവാചക ശിഷ്യന്മാരിലും ആനന്ദമുളവാക്കാതിരിക്കുമോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? ദൈവത്തിന്റെ അരുമ സൃഷ്ടികളോട് കരുണ കാണിക്കുക.